ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആ നീണ്ട രാത്രി അവസാനിച്ചു. ഭാനുമാൻ ഉദയാദ്രിയിൽ മങ്ങിയ മുഖത്തോടെ ഉദിച്ചു. ദുഃഖാഗ്നി കൊണ്ട് വരളുന്ന മുഖത്തോടു കൂടിയ ലക്ഷ്മണകുമാരൻ സുമന്ത്രരെ വിളിച്ച്, സുമന്ത്രരെ, ഉത്തമ അശ്വങ്ങൾ കെട്ടിയ തേർ വേഗത്തിൽ കൊണ്ടുവരൂ. ജ്യേഷ്ഠത്തി സീതാദേവിക്ക് ഇരിക്കുവാൻ യുക്തമായ പള്ളിമെത്ത വിരിച്ചിരിക്കണം. ധന്യധന്യരായ ഋഷിവരന്മാരുടെ പുണ്യാശ്രമത്തിൽ ദേവിയെ ഞാൻ കൊണ്ടുപോയാക്കണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നു. ക്ഷണത്തിൽ രഥം കൊണ്ടുവരൂ. കൽപ്പന ശിരസാ വഹിച്ച സുമന്ത്രർ പൂമെത്ത വിരിച്ച തങ്കത്തേർ കൊണ്ടുവന്ന്, പ്രഭോ, അരുളിയതുപോലെ ഇതാ രഥം കൊണ്ടുവന്നിരിക്കുന്നു. അവിടുത്തെ കർത്തവ്യം നിർവഹിക്കൂ. സൂതവരനായ സുമന്ത്രരുടെ വാക്കുകൾ കേട്ട സൗമിത്രി അരമനയിലെ അന്തപുരത്തിലെത്തി അവനീപുത്രിയായ സീതാദേവിയെ വന്ദിച്ചുകൊണ്ട്, ദേവി, വരദാതാവായ സ്വാമിയോട് അവിടുന്ന് യാചിച്ചത് ഇതാ അനുവദിച്ചിരിക്കുന്നു. ഭാഗീരഥിയുടെ തീരത്തിലുള്ള പുണ്യാശ്രമങ്ങളിലേക്ക് പോകാമെന്ന് നൃപേന്ദ്രൻ ഏറ്റു പറഞ്ഞ പ്രകാരം ദേവിയെ ഞാൻ കൊണ്ടുപോയാക്കാം. നമ്മുടെ തമ്പുരാൻ എന്നെയാണ് ഇതിന് നിയോഗിച്ചിരിക്കുന്നത്. മഹാത്മാവായ ലക്ഷ്മണന്റെ വാക്കുകൾ വൈദേഹിയെ ആനന്ദ രോമാഞ്ചം അണിയിച്ചു. പുറപ്പെടുവാൻ തീർച്ചപ്പെടുത്തി. വിലമതിക്കാൻ കഴിയാത്ത രത്നങ്ങൾ, ഒന്നാന്തരം പട്ടുവസ്ത്രങ്ങൾ എന്നിവയെല്ലാം ദേവി കൽപ്പിച്ചെടുത്ത് യാത്രയ്ക്കൊരുങ്ങി. കുമാര, മുനിപത്നിമാർക്ക് ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഉത്തമ സാധനങ്ങളും നൽകാമല്ലോ. ദേവിയുടെ അഭിപ്രായം കേട്ട സൗമിത്രി അങ്ങനെയാകാമെന്ന് സമ്മതിച്ചു. അഗ്രജ നിയോഗമോർത്ത് വൈദേഹിയെ തേരിലേറ്റി. വായുവേഗത്തിൽ കുതിരകൾ പാഞ്ഞു. മഹാലക്ഷ്മി പരിപൂർണമായി അനുഗ്രഹിച്ച ലക്ഷ്മണാന്യതനായ ലക്ഷ്മണനോട് സീതാദേവി ചോദിച്ചു, കുമാരലക്ഷ്മണ, അനേകം അമംഗളങ്ങളാണ് ഞാൻ കാണുന്നത്. രഘുനന്ദന, എൻ്റെ വലത്തെ കണ്ണ് ഇളകുന്നു, ശരീരം മുഴുവൻ വിറയ്ക്കുന്നു, മനസ്സ് ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലായിരിക്കുന്നു. ഹേ സൗമിത്രി, വല്ലാത്തൊരു ഉത്കണ്ഠ തോന്നുന്നു. അധൈര്യം വർദ്ധിക്കുന്നു. പാരിടം മുഴുവൻ ശൂന്യമായിട്ടാണ് കാണുന്നത്. ഭ്രാതൃവത്സലനായ കുമാര, അഗ്രജന് അസുഖങ്ങളൊന്നും തോന്നിയിട്ടില്ലല്ലോ. എൻ്റെ ശ്വാശ്രുക്കളിൽ ആർക്കും അസുഖം ഏതെങ്കിലും വന്നിട്ടുണ്ടോ? വീരനായ അനുജ, നാട്ടിലും നഗരത്തിലുമുള്ള പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ? ശുഭമേകുവാൻ ദേവി ദേവതമാരെ തൊഴുത് അഭ്യർത്ഥിച്ചു. താണു വണങ്ങിയ കുമാരൻ ഉള്ളുരുകി. എന്നാൽ അഴലൊട്ടും പുറമേക്ക് പ്രകാശിക്കാതെ എല്ലാം ശുഭം തന്നെ എന്നു മാത്രം പറഞ്ഞ് മൗനിയായിരുന്നു. ഗോമതി തീരത്തിലുള്ള ഒരാശ്രമത്തിൽ അന്ന് വസിച്ചു. പുലർക്കാലത്തിൽ എഴുന്നേറ്റ ലക്ഷ്മണൻ സുമന്ത്രരോട്, രഥത്തെ വേഗം തയ്യാറാക്കൂ. കൈലാസവാസിയായ മഹാദേവനെ പോലെ ഗംഗാജലത്തെ ഞാനിന്ന് ശിരസിൽ വഹിക്കും. മനോവേഗതയുള്ള 4 അശ്വരത്നങ്ങളെ തേരിൽ കെട്ടിയ സൂതൻ കൈകൂപ്പി കയറാം എന്ന് സീതാദേവിയോട് ഉണർത്തി. സാരഥിയുടെ വാക്കനുസരിച്ച് ദേവി തേരിൽ കയറി. ബുദ്ധിമാനായ സൗമിത്രിയും സുമന്ത്രരുമൊത്ത് പാപനാശിനിയായ ഗംഗാനദീ തീരത്തിൽ പൂർവാഹനത്തിൻ്റെ അവസാനത്തിൽ മൈഥിലി എത്തിച്ചേർന്നു. പരിപാവനമായ ഭാഗീരഥി തീർത്ഥത്തെ കണ്ടപ്പോൾ ദുഃഖം അടക്കുവാൻ കഴിയാതെ ധീരനായ ലക്ഷ്മണൻ ഉറക്കെ പൊട്ടിക്കരയുക തന്നെയായി. കുമാരൻ്റെ അടക്കാൻ കഴിയാത്ത വിലാപം ധർമ്മജ്ഞയായ സീതയെ ഏറ്റവും വിഷണ്ണയാക്കി. ദീനസ്വരത്തിൽ ചോദിച്ചു, കുമാര, എന്താണിങ്ങനെ കേഴുന്നത്? അനേക നാളുകളോളം ആഗ്രഹിച്ചതാണ് ഞാൻ ഈ ഗംഗാതീരത്തിലെത്തുവാൻ. അങ്ങനെ ഈ ഉദ്ദേശം സാധിച്ച് സന്തോഷിക്കേണ്ട ഈ സന്ദർഭത്തിൽ എന്തിനാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്? അഗ്രജ സമീപത്തിൽ നിന്ന് 2 ദിവസം വേർപിരിയേണ്ടി വന്നതിൽ ഇത്രയും വ്യസനമോ? കുമാരൻ എന്നും ശ്രീരാമചന്ദ്ര സവിധത്തിൽ അധിവസിക്കുന്നവനല്ലേ? എൻ്റെ ജീവനേക്കാൾ പ്രിയതരനാണ് രഘുനാഥൻ. ഈ വേർപാട് ഞാൻ കൂടി ഇത്രയധികം വ്യസനിക്കുന്നില്ലല്ലോ. ധീരനായ അനുജൻ ഇങ്ങനെ ഭീരുവായ ഒരു വിഡ്ഢിയാകാതിരിക്കൂ. എന്നെ ഗംഗാനദി കടത്തൂ. മാമുനീന്ദ്രന്മാരുടെ ആശ്രമങ്ങൾ കാണിച്ചു തരൂ. താപസവരന്മാർക്ക് വസ്ത്രഭൂഷാദികൾ നൽകുവാൻ ഏറ്റവും ആശ തോന്നുന്നു. ആ ഉഗ്ര തപോധനന്മാരെ വന്ദിച്ച് ഒരൊറ്റ രാത്രി അവരോടൊന്നിച്ച് വസിക്കണം. പിറ്റേന്ന് അതികാലത്ത് അയോധ്യയിലേക്ക് മടങ്ങാം. സിംഹോരസ്കനും കൃശോധരനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ നിപുണനും പത്മപത്രാക്ഷനുമായ രഘുവരനാഥനെ കാണുവാൻ എനിക്ക് തിടുക്കം ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? ദേവിയുടെ വാക്കുകൾ കേട്ട് വിശാലലോചനങ്ങൾ തുടിച്ചുകൊണ്ട് വീരാരിമർദ്ദനായ ലക്ഷ്മണൻ തോണിക്കാരനെ വിളിച്ചു, തമ്പുരാനെ, തോണി ഇതാ തയ്യാറാണ് എന്നിങ്ങനെ മുക്കുവന്മാർ തൊഴുതുകൊണ്ട് ഉണർത്തി. നല്ല തോണിയിൽ ദേവി കയറി. വളരെയധികം മനസ്സിരുത്തി ലക്ഷ്മണൻ ഗംഗാനദിയെ കടത്തുവാൻ ഒരുങ്ങി. നിഷാദവന്മാരാൽ യഥാർഹം സജ്ജമാക്കിയ വിശാലമായ തോണിയിൽ ആദ്യം വൈദേഹിയെ കയറ്റി. പിന്നാലെ സൗമിത്രി. രഥത്തിൽ ഇരിക്കുന്ന സുമന്ത്രർ വിളിച്ചു പറഞ്ഞു, അല്പസമയം നിൽക്കണേ. ദുഃഖം കൊണ്ട് വെന്തുരുകുന്ന ലക്ഷ്മണൻ, തോണി നീക്കുക.
എന്നും കൽപ്പിച്ചു. വിഷമങ്ങൾ യാതൊന്നും ഇല്ലാതെ ഭാഗീരഥിയുടെ അക്കരയെത്തി കണ്ണീർ കൊണ്ട് കഴുകിയ മുഖത്തോടെ ലക്ഷ്മണൻ, അമ്മേ ദേവി, എൻ്റെ ഹൃദയത്തിൽ വിഷം പുരട്ടിയ ബാണമാണ് തറച്ചിരിക്കുന്നത്. അതിബുദ്ധിമാനായ ജ്യേഷ്ഠൻ സുബോധത്തോടുകൂടി എന്നെ ലോകത്തിൽ വെച്ച് അതിനിന്ദ്യനാക്കി തീർത്തിരിക്കുന്നു. ബുദ്ധിഭ്രമമോ മരണമോ ഇപ്പോൾ എനിക്ക് സംഭവിച്ചാൽ എത്രമാത്രം നന്നായിരുന്നു. സർവ്വലോക നിന്ദ്യമായ കർമ്മം എങ്ങനെ ഞാൻ ചെയ്യണം? ഞാൻ അതിന് അർഹനല്ല. അമ്മേ, എന്നിൽ ദയ തോന്നണേ, പ്രസാദിക്കണേ. മംഗളാംഗിയായ ദേവി, ഇത് എൻ്റെ കുറ്റമാണെന്ന് തിരുമനസ്സിൽ ഒരിക്കലും തോന്നരുതേ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും സൗമിത്രി അവശനായി ഭൂമിയിൽ മറിഞ്ഞു വീണു. മരണത്തെ തന്നെ ആഗ്രഹിച്ച് കൈകൂപ്പി കേഴുന്ന ധീരാത്മാവിനെ കണ്ട സീതാദേവി അത്യധികം നടുങ്ങി പകച്ചുകൊണ്ട് ചോദിച്ചു, ലക്ഷ്മണ, പൊന്നനുജ, എന്താണിത്? ഞാനൊന്നും അറിയുന്നില്ലല്ലോ. യഥാർത്ഥം തുറന്നു പറയൂ. അല്പവും സ്വസ്ഥത എനിക്ക് കാണുന്നില്ലല്ലോ. രാജരാജന് സുഖമല്ലേ? നമ്മുടെ തമ്പുരാൻ്റെ പാദങ്ങൾ സാക്ഷിയായി നിന്റെ അഴലിൻ്റെ കാരണം എന്നോട് പറയൂ. ലക്ഷ്മണ, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്, സത്യം പറയൂ. ശേഷം ചെല്ലുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.